അതായത് നമ്മുടെ പാർട്ട് 3 വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ, അതായത് ഹീറ്ററിനകത്ത് കൈയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ലാസ്റ്റ് പാർട്ട് 2ൻ്റെ വീഡിയോ. അപ്പം നമ്മൾ അതിൻ്റെ അതായത് പിറ്റേ ദിവസം നമ്മൾ പോകുന്ന സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേര് ഞാൻ പിന്നെ പറയാം, കാരണം എനിക്കറിയില്ലല്ലോ. നമ്മൾ പോകുന്ന വഴിക്ക് അച്ഛനോട് ചോദിക്കണം ഞാൻ, അല്ലാതെ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള വീഡിയോസാണ് ഞാൻ കാണിക്കുന്നത്. ഞങ്ങൾ റെഡി ആവുന്നുണ്ടായിരുന്നു. നമ്മൾ സെയിം കാർ ബുക്ക് ചെയ്തു നേരെ പോകുന്നു. നല്ല വ്യൂ ഉണ്ട്. ഈ സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നല്ലൊരു ഈ നാച്ചുറൽ പ്ലേസസ് ഇല്ലേ, നേച്ചറായിട്ട് കൂടുതൽ ബന്ധമുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതലും ഇങ്ങനെ അങ്ങനത്തെ സ്ഥലമാണ് ഉള്ളത്. പിന്നെ ഇവിടെ പഹാടി അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. ഇവിടെ നല്ല മൗണ്ടെയിനിങ് ഹിൽസ് ഉള്ള പ്ലേസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ വന്ന സ്ഥലത്തിൻ്റെ പേരാണ് ചിറാപുഞ്ചി. അപ്പോൾ ഇവിടെ വരാനുള്ള മെയിൻ ഉദ്ദേശം തന്നെ എനിക്ക് ഈ സ്ഥലത്താണ്, ചിറാപുഞ്ചി. അപ്പോൾ നമ്മൾ ചിറാപുഞ്ചിയിലാണ് കേട്ടോ വന്നത്. ഇവിടുത്തെ വാട്ടർ, ഇവിടുത്തെ ഒരു കേസൊക്കെ കുറച്ച് ഓറലായിരുന്നു. കാരണം അത് നിങ്ങൾ അനുഭവിക്കണം ഗൈസ്. ഇവിടുത്തെ ഗുഹയിലൊക്കെ കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഇവിടുത്തെ റോക്സ് കാര്യങ്ങളൊക്കെ ഒരുപാടായിരുന്നു. അപ്പോൾ ഫോണൊക്കെ തട്ടിത്തെറിച്ച് പറിച്ച് അങ്ങനത്തെ രീതിയിലായിരുന്നു ഞങ്ങളുള്ളത്. അപ്പോൾ ചിറാപുഞ്ചിന്ന് പുറത്ത് വന്നപ്പം ഇവിടുത്തെ വാട്ടർഫോൾസൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ അനുഭവിച്ചറിയണം ഗൈസ്. അടിപൊളിയാണ് ഗൈസ്, സോ ഗുഡ്. ഈ വ്യൂസൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഷിലോങ്ങിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്ലേസ് ഇതാണ് കേട്ടോ. കാരണം കുറേ നേരം നമ്മൾ ഈ വെള്ളം എന്ന് വെച്ചാൽ ഇത്രയും നാച്ചുറൽ വെള്ളം, ഇനി വെള്ളം കുടിക്കാൻ ഒരിക്കലും പറ്റുക, ഇത്രയും വെള്ളം വേണ്ട. എന്ത് രസമാണെന്ന് അറിയാം ഇതിങ്ങനെ വീഴുന്ന കാണുമ്പോൾ. ഏകദേശം ഒരു സൂര്യൻ്റെ വെളിച്ചവും ആ വെള്ളമൊക്കെ താഴെ വീഴുന്ന കാണുമ്പോൾ ഒരു നല്ലൊരു രസമാണ്. പിന്നെ ഞാൻ വെള്ളം കുടിച്ചു അവിടെ നിന്ന്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ്, ഞങ്ങൾ പറയല്ലോ വീഡിയോസിനേക്കാളും കൂടുതൽ എടുക്കുന്ന ഫോട്ടോസാണ്. പിന്നെ നമ്മൾ ബാംബൂ ബ്രിഡ്ജിൽ കൂടെ നടന്ന് ഗൈസ്, അത് അടിപൊളിയായിരുന്നു. പിന്നെ അവിടുത്തെ ട്രഡീഷണൽ മാലകളിനകത്ത് നമ്മൾ വാങ്ങിച്ചൊരു ഒരു ക്യൂട്ടായിട്ടുള്ളൊരു 2 ആണിൻ്റെയും പെണ്ണിൻ്റെ ഒരു ഫോട്ടോ ആയിരുന്നു. പിന്നെ അവിടുത്തെ ഒരു കൊച്ചു കുട്ടികളായിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. നല്ല ക്യൂട്ടായിരുന്നല്ലോ ആ കുട്ടികൾ. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ നമ്മൾ അടുത്ത വീണ്ടും ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതും സെയിം ചിറാപുഞ്ചിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ചിറാപുഞ്ചിയിൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം നമ്മൾ ഫുൾ ഡേ എടുത്തു. ഇത്രയും നേരം ഞങ്ങൾ ചിറാപുഞ്ചിയിൽ തന്നെ കറങ്ങി വരുന്നു. എന്ത് രസമെന്നറിയാമോ, ബ്ലൂയി വാട്ടർ. എൻ്റെ അച്ഛൻ അതിൻ്റെ മുകളിലൊക്കെ പോയി ഗൈസ്. ഞങ്ങളും മുകളിൽ പോയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു കുടിലുണ്ടായിരുന്നു. കുടിലിന് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല രസം. ഇത് കുടിലാണ്, എന്താ ഇതിനെ പറയുന്നത് എനിക്കറിയില്ല ഗൈസ്. ഞാൻ ഇതിൻ്റെ കുടിലെന്നാണ് പറഞ്ഞത്. അതാണ്ട ഇങ്ങനൊരു ഗുഹയിൽ പോയി ഗൈസ്. അതെന്തൊരു ഹോറൽ. ഞാനത് വീണിട്ടാണ് ഉണ്ടായിരുന്നു. എനിക്ക് ആ ഗുഹയിൽ പോയപ്പോൾ തന്നെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. ആ ഗുഹ കണ്ടപ്പോഴേ പേടിയുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഒരു കോൺ കഴിച്ചു. ഇത്രയും തണുപ്പത് കഴിക്കുമ്പോൾ നല്ല സുഖമാണ്. After finally we came back to our home. This is the next day, like day 3. Day 3 നമ്മൾ എവിടെ പോയതെന്ന് നിങ്ങൾ ചോദിച്ചോ? We went to the museum. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ച് മ്യൂസിയമിൽ ആണ് പോയത്. അതായത് സോഷ്യൽ സയൻസ് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കുറച്ച് മ്യൂസിയമാണ് ഈ മ്യൂസിയം. ലൈക്ക് ഇവിടുത്തെ ആൾക്കാർ നമ്മൾ ഇന്ത്യയിൽ ഈസ്റ്റിനെ കുറിച്ച്, നമ്മളെ ഈസ്റ്റിലെ നെയ്ബേഴ്സ് കൺട്രീസിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ഒരു മ്യൂസിയമാണിത്. സോ ഫുള്ള് സോഷ്യൽ സയൻസ് ആയിരുന്നു ഈ ഒരു മ്യൂസിയമിനകത്ത്. ബട്ട് എനിക്ക് ഇത്ര കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു. ലൈക്ലി എല്ലാ കാര്യങ്ങളും ഭയങ്കര ലൈക്ലി ആയിരുന്നു. അവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സസൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഗൈസ്. അല്ലേ, നല്ല കൾച്ചറായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ചെറിയൊരു ബുദ്ധൻ്റെ ഒരു പാവ വാങ്ങിച്ചു. പിന്നെ നമ്മളൊരു ബർഗർ കഴിച്ചിട്ടോ. അവിടെ തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ബർഗർ കഴിച്ചു. അപ്പോൾ പാർട്ട് 4 വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം.